നമസ്കാരം. താലിബാൻ ഭരണകൂടത്തിന്റെ ക്രൂരതകളിൽ നിന്നും രക്ഷ തേടി പലായനം ചെയ്ത അഫ്ഗാൻ അഭയാർത്ഥികളെ ലക്ഷക്കണക്കിന് പേരെ ഇറാനും പാകിസ്ഥാനും ചേർന്ന് കൂട്ടത്തോടെ നാടുകടത്തുന്നു. അയൽരാജ്യങ്ങളിലെ വർദ്ധിച്ചു വരുന്ന ശത്രുതാപരമായ സമീപനം കാരണം അഫ്ഗാനികൾ അതിജീവനത്തിനായി കഷ്ടപ്പെടുകയാണ്. അഭയാർത്ഥികൾക്ക് ജോലി നിഷേധിക്കുകയും കുട്ടികൾക്ക് വിദ്യാഭ്യാസം വിലക്കുകയും ചെയ്ത ഇറാൻ സർക്കാർ കടുത്ത സാമ്പത്തിക ഉപരോധമാണ് ഇവർക്ക് മേൽ ഏർപ്പെടുത്തുന്നത്. 2021 ഓഗസ്റ്റിൽ താലിബാൻ അധികാരം തിരിച്ചുപിടിച്ചതിനു ശേഷം ജീവനും സ്വത്തിനും ഭീഷണി ഉയർന്നതോടെയാണ് ലക്ഷക്കണക്കിന് അഫ്ഗാൻ പൗരന്മാർ അതിർത്തി കടന്ന് ഇറാൻ, പാകിസ്ഥാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ അഭയം തേടിയത്. എന്നാൽ ഈ രാജ്യങ്ങൾ ഇപ്പോൾ അഭയാർത്ഥികളെ തിരിച്ചയക്കാൻ കടുത്ത നടപടികൾ സ്വീകരിക്കുകയാണ്. അഭയാർത്ഥികളെ ഉൾക്കൊള്ളാൻ തങ്ങൾക്ക് വിഭവങ്ങൾ ലഭ്യമല്ലെന്ന് വാദിച്ചുകൊണ്ട് ഇറാൻ ഭരണകൂടം ഈ വർഷം മാത്രം ഏകദേശം 1.5 ദശലക്ഷം അഫ്ഗാനികളെയാണ് രാജ്യത്തേക്ക് തിരിച്ചയച്ചത്. ഇറാനിലെ അഫ്ഗാൻ കുടിയേറ്റക്കാരനായ മോച്ചേസ് നസാരി ഈ സാഹചര്യം വിശദീകരിക്കുന്നുണ്ട്. കുടിയേറ്റക്കാർക്ക് ജോലി നൽകരുതെന്ന് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും ഇത് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ വരുമാനം ഇല്ലാതാക്കിയെന്നും ഇതുകൂടാതെ കുടിയേറ്റക്കാരുടെ കുട്ടികൾക്ക് സ്കൂളുകളിൽ പ്രവേശനം നിഷേധിക്കുകയും അവരുടെ ബാങ്ക് കാർഡുകളും മൊബൈൽ സിം കാർഡുകളും നിഷ്ക്രിയമാക്കുകയും ചെയ്തിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ഈ സാഹചര്യം ഇറാനിലെ അഫ്ഗാൻ അഭയാർത്ഥികളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കി മാറ്റിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാൻ പൗരന്മാരെ നാടുകടത്തുന്ന നടപടികൾ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പാകിസ്ഥാൻ താലിബാൻ അതിർത്തിയിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളിലാണ് ഈ കടുത്ത നിലപാടിലേക്ക് പാകിസ്ഥാൻ പോകുന്നതിന് പിന്നിലെ പ്രധാന കാരണം. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളായ സായുധ സംഘങ്ങൾക്ക് താലിബാൻ അഭയം നൽകുന്നുവെന്ന് പാകിസ്ഥാൻ പരസ്യമായി ആരോപിക്കുന്നു. ഈ ആരോപണങ്ങളെ തുടർന്ന് ഇരു രാജ്യങ്ങളിലെയും സൈന്യങ്ങൾ തമ്മിൽ അതിർത്തിയിൽ ഏറ്റുമുട്ടലുകളും നടന്നു. ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലെ 54 അഫ്ഗാൻ അഭയാർത്ഥി ഗ്രാമങ്ങളും അടച്ചുപൂട്ടാൻ ഒക്ടോബറിൽ സർക്കാർ പ്രഖ്യാപിച്ചു. കടുത്ത ശൈത്യം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ഈ നടപടി അഭയാർത്ഥികളുടെ മാനുഷിക പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയാണ്. നാടുകടത്തൽ നടപടികൾ യാതൊരു വിധത്തിലും കുറയുന്നില്ല എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ മാത്രം ഇറാൻ, പാകിസ്ഥാൻ, തുർക്കി എന്നീ രാജ്യങ്ങളിൽ നിന്നായി 2,84,717 അഫ്ഗാൻ പൗരന്മാരെയാണ് സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയച്ചത്. അഫ്ഗാനിസ്ഥാനിലെ അഭയാർത്ഥി പുനരധിവാസ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം തിരിച്ചെത്തിയവരിൽ 83,135 അവിവാഹിതരായ പുരുഷന്മാർ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞാണ് യാത്ര ചെയ്യുന്നത്. കൂടാതെ പാകിസ്ഥാൻ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന 2076 തടവുകാരെയും മോചിപ്പിച്ച് നാടുകടത്തിയിട്ടുണ്ട്. താലിബാൻ ഭരണത്തിന് കീഴിലെ പ്രതികാര നടപടികളിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ ഈ ജനത ഇപ്പോൾ അയൽ രാജ്യങ്ങളുടെ ശത്രുതാപരമായ പെരുമാറ്റം കാരണം വീണ്ടും കടുത്ത അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളപ്പെടുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടലുകൾ ഉണ്ടാകാത്ത പക്ഷം ഈ കൂട്ടനാടുകടത്തൽ അഫ്ഗാനിസ്ഥാനിലെ മാനുഷിക പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അഫ്ഗാനിസ്ഥാനിൽ നിന്നും താലിബാൻ അധികാരത്തിലെത്തിയ സമയത്ത് നിരവധി ആളുകളാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഓടി ഒളിച്ചതും വിവിധ രാഷ്ട്രങ്ങളിലേക്ക് കുടിയേറിയതും. ഈ ജനങ്ങൾ മറ്റു രാഷ്ട്രങ്ങൾ, പ്രധാനമായും ഇറാനെയും പാകിസ്ഥാൻ അടക്കമുള്ള രാഷ്ട്രങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. ആ രാഷ്ട്രങ്ങളൊക്കെ തന്നെയും അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന രാഷ്ട്രങ്ങളൊന്നാണ് പാകിസ്ഥാൻ ഉൾപ്പെടെ. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള നയപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അഫ്ഗാനിസ്ഥാനിലെ അഭയാർത്ഥികളെ പാകിസ്ഥാൻ തിരസ്കരിക്കുന്ന സാഹചര്യം ഒരുങ്ങുന്നത്.